CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MP ഗോവിന്ദമാഷിയുടെ പ്രതികരണം കേട്ടു. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കളുമായി സംസാരിച്ചു. അപ്പോൾ പൊതുവെ നമ്മൾ കാണേണ്ടത് RSSന്റെ അക്രമം കേരളത്തിൽ എപ്പോഴും CPIM-ന് നേരെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ RSSകാർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വകവരുത്തിയവരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ CPIM-ന്റെ പോരാളികളായ ഒരു നാടാകെ സ്നേഹിച്ച നിരവധി സഖാക്കളാണ് അതിൽ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് RSS സംഘപരിവാറും കഷ്ടാപ്പയ്യാറും. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഏത് പുസ്തകം വായിക്കണം, ആരുമായി സൗഹൃദം പങ്കിടണം എന്നീ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ കേരളത്തിലെ RSS വേറെ തന്നെ ഒരു സംഘടനയല്ല, ഇന്ത്യയിലെ RSSന്റെ ഭാഗമാണ്. കേരളത്തിലത് കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് CPIM-ൽ പ്രവർത്തിക്കുന്നവരെയാണ് ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമത്തെ ഒരു പരിച പോലെ ചെറുക്കുന്നത് CPIM-ആണ്. CPIM അതിശക്തമായ ആശയപ്രചരണം ഏത് മതവർഗീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ അതിനെതിരെ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ അണിനിരത്തുന്നു. അപ്പോൾ നേരിട്ട് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ തടസ്സം ഒരു പരിച പോലെ അതിനെ ചെറുത്തു നിൽക്കുന്ന CPIM-ആണ്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വെട്ട് കേരളത്തിൽ ആദ്യം കൊള്ളുന്നത് CPIM-നാണ്. കാരണം CPIM എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്. ഇത് ഒരു വസ്തുതയാണ്. കേരളത്തിൽ CPIM ദുർബലപ്പെട്ടിരുന്നെങ്കിൽ ഏറ്റവും അധികം RSS വകവരുത്തുക മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ്. കേരളത്തിൽ CPIM ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് ആദ്യം ആക്രമിക്കപ്പെടുന്നത് CPIM-ന്റെ സഖാക്കളാണ്. അതാണ് ഇവിടെയും ജിതിനിലൂടെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഗോവിന്ദമാഷ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ പാർട്ടി നേതൃത്വവും പറഞ്ഞിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഇവിടെ പോയി? അവരൊന്നും ഇത് കാണുന്നില്ല. എന്തുകൊണ്ട് CPIM-നെ ആക്രമിക്കുന്നു? എന്തുകൊണ്ട് RSS CPIM-നെ എങ്ങനെ ആക്രമിക്കുന്നു കേരളത്തിൽ? അതിൻ്റെ കാരണം CPIM എടുക്കുന്ന നിലപാടാണ്. ഇത് പറയാൻ ന്യൂനപക്ഷ വർഗീയവാദികൾക്ക് മടിയുണ്ടാകും, പക്ഷേ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നു.